ഈ റീഡിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള റീഡിംഗ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ ഒരു ചിന്തകൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഈ ഒരു ബന്ധത്തിൽ ഒരാൾ എല്ലാം ഒറ്റയ്ക്ക് ക്യാരി ചെയ്തിരുന്ന ഒരു ഫീലിംഗ് ആണ് നമ്മൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എല്ലാം ശരിയാക്കാൻ ശ്രമിച്ചും എല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ചും മറ്റുള്ളവരുടെ സൈലൻസ് പോലും നിങ്ങളത് സ്വന്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. പുറത്തുനിന്ന് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ഇവിടെ ഫീൽ ചെയ്തത്. എനിക്കൊരു പ്രശ്നമില്ല എന്ന് കാണിച്ചുകൊണ്ടേയിരുന്നു മറ്റുള്ളവരെയും, അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറെയും നിങ്ങൾ അതുപോലെ കാണിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇത്രയുമൊക്കെ ഇഷ്ടങ്ങൾ കൊടുത്തിട്ടും കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് അതേപോലെ തിരിച്ചു കിട്ടുന്നില്ല? എൻ്റെ ഫീലിങ്സ് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഏറ്റവും നമ്മളെ വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നത് ഒരാൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയതല്ല. നമ്മൾ എത്രയും ജെന്യുവൻ ആയിരുന്നു, നമ്മൾ എത്രയൊക്കെ അവരെ സ്നേഹിച്ചു, അത്രയും ആഴത്തിൽ ഞാനിപ്പോൾ ആ ഒരു വ്യക്തിനെ പിടിച്ചു പോകണ്ട എന്ന് പറഞ്ഞ് ഒരു ഫോഴ്സ് ചെയ്ത് നിർത്തുന്ന അതുപോലെ ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇതേപോലെ എന്നെയും അത്രത്തോളം സ്നേഹിച്ച് എന്നെയും നീ എവിടെയും പോകണ്ട എന്ന് ഞാൻ കൊടുക്കുന്ന അതേ കരുതലോടുകൂടി എന്നെ തിരിച്ചൊരാൾ എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്തുകൊണ്ട് എന്നോട് അങ്ങനെ തോന്നുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കൊടുത്ത ഇഷ്ടം അതുപോലെ എനിക്ക് എന്തുകൊണ്ട് തിരിച്ചു തരുന്നില്ല എന്ന ആ ഒരു ഫീലിങ്ങിനെ ഓർത്തിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴും ഉള്ളിൽ ഒരു വിഷമമുള്ളത്. അപ്പോൾ ഈ ഒരു കണക്ഷനിൽ ഒരാൾ സ്വന്തം ഫീലിങ്സ് അടക്കി വെച്ചുകൊണ്ടിരുന്നു. കരയേണ്ട സമയത്ത് പോലും നിങ്ങൾ സ്ട്രോങ് ആകാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഈ എല്ലാവരെയും കെയർ ചെയ്തുകൊണ്ടും സ്വന്തം ഹേർട്ടിനെ നിങ്ങളുടെ ഹൃദയത്തെ മാത്രം നിങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ ഫീലിങ്സിലോട്ട് നിങ്ങൾ കൂടുതൽ കടന്നു ചെന്ന് അവരെ സാന്ത്വനപ്പെടുത്താൻ വേണ്ടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു റിയലൈസേഷൻ വരുന്നൊരു സമയമാണ്. സ്നേഹം എന്നത് ശരിക്കും പറഞ്ഞാൽ ഒരാൾ മാത്രം കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ നിർബന്ധമായിട്ട് പിടിച്ചു വെക്കേണ്ട ഒന്നല്ല ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഒരാൾ മാത്രം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട, ഒരാൾ മാത്രം എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യുന്നിടത്തുനിന്നല്ല സ്നേഹം എന്നൊരു മനസ്സിലാക്കൽ നിങ്ങൾക്കിപ്പോൾ വന്നിട്ടുണ്ട്. ഒരുപാട് സമയം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, അവർ ശരിക്കും എന്നെ മിസ് ചെയ്യുന്നുണ്ടോ? നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. കാരണം നിങ്ങൾ കൊടുത്ത സ്നേഹം നിങ്ങളുടെ വീക്ക്നെസ് അല്ല, അത് നിങ്ങളുടെ ഹൃദയത്തിൽ എത്ര ജെന്യുവൻ ആയിരുന്നു എന്നതിൻ്റെ തെളിവാണ്. മനസ്സിലായോ? അപ്പോൾ ചില ബന്ധങ്ങൾ നമ്മൾ തകർക്കാനല്ല വരുന്നത്, നമ്മളാകാൻ വേണ്ടി, നമ്മളെ മറന്നു പോയിടത്ത് നിന്ന് നമ്മളെ വീണ്ടും കണ്ടെത്താൻ വേണ്ടി മാത്രം വരുന്ന റിലേഷൻഷിപ്പുകളാണ് മിക്കതും എന്ന തിരിച്ചറിവ് നിങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി കൂടെയാണ് വരുന്നത്.